ജവാന്മാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ്റെ മൃതദേഹം ഇപ്പോൾ വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത്. ഏറ്റവും വലിയ കണ്ണീരുണങ്ങാത്ത ഗ്രാമമായി ഈ സ്ഥലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ വീട്ടിന് മുമ്പിൽ വിഷ്ണു സുരേഷ് ഉണ്ട്, നമ്മുടെ പ്രതിനിധി വിഷ്ണു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അമ്മയുടെയും മറ്റുള്ള ബന്ധുക്കളുടെയും തോരാത്ത കണ്ണീരിന് കേരളം എന്ത് മറുപടി പറയും എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്ന ചോദ്യത്തിന് മറുപടി പറയുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രമേൽ സ്നേഹിച്ചൊരു മകൻ ഒട്ടും പ്രതീക്ഷിക്കാതെ യാത്രയായതിൻ്റെ നിരാശയിലും സങ്കടത്തിലുമൊക്കെയാണ് ഇന്നലെ മുതൽ ആ കുടുംബവും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൊന്നാകുകയും. കാരണം എല്ലാവരോടും വലിയ സൗഹൃദം, സന്തോഷം, സ്നേഹമൊക്കെ പുലർത്തിയിരുന്ന ഒരു യുവാവാണ്. ഇന്നലെ രാത്രി ജോലിക്ക് വേണ്ടി ഇവിടുന്ന് പുറപ്പെട്ടു പോയതാണ്. പതിവ് പോലെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മാതാപിതാക്കൾ. പക്ഷേ പിന്നീട് ഒരു 11:45 ഐവിനൊരു അപകടം സംഭവിച്ചു എന്നൊരു ഫോൺ കോളാണ് ആദ്യം എത്തുന്നത്. അമ്മയോട് അത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു എന്ന് പിതാവ് പറയുകയായിരുന്നു. പിന്നീടാണ് ഇതൊരു കൊലപാതകമാണ്, മകൻ മരിച്ചു എന്ന വസ്തുതയൊക്കെ ആ അമ്മ അറിയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി ആ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. കേരളത്തെ ഒന്നാകെ വലിയ സങ്കടത്തിലാഴ്ത്തുന്ന ഒരു പ്രതികരണമായിരുന്നു അത്. മകൻ സാധാരണഗതിയിൽ ബൈക്കിനാണ് പോകാറ് ജോലിക്ക്. പക്ഷേ ഇപ്പോൾ ഈ തെരുവുനായ ശല്യമൊക്കെ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പോകണ്ട, കാറിന് പൊക്കോളൂ എന്ന് പറഞ്ഞ് കാറ് കൊടുത്തു വിട്ടത്. പക്ഷേ അത് തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തുമെന്ന് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേരുടെ ആതുര സേവനം ചെയ്യുന്നൊരു നഴ്സാണ്. അത്തരം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആരുടെയും ജീവൻ ഇതുവരെ എടുത്തിട്ടില്ല. ജീവൻ നൽകാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് താൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ തൻ്റെ മകൻ ഈ ഗതി വന്നു എന്നതിൽ വലിയ സങ്കടവും സന്താപവും ഒക്കെ അവർക്കുണ്ട്. എന്താണ് അവരുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്ന കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴൊരു വ്യക്തത കുടുംബത്തിന് വന്നിട്ടില്ല. ഇന്ന് ബുധനാഴ്ച രാത്രി 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കാലടി തോമ്പ്ര റോഡിൽ എയർപോർട്ടിലേക്ക് ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഐവിൻ്റെ വാഹനത്തിലേക്ക് ഈ CISF ഉദ്യോഗസ്ഥർ വന്ന വാഹനം തട്ടുന്നത്. പിന്നീട് ഇരുകൂട്ടരും പുറത്തിറങ്ങുന്നു. അത് തർക്കമാകുന്നു. തർക്കത്തിനിടയിൽ ഐവിൻ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു. ഇതടക്കമാണ് CISF ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചത്. അവിടെ വെച്ച് ഐവിനെ അവർ മർദ്ദിച്ചു. പിന്നാലെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ CISF ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുമ്പിൽ തടഞ്ഞു നിർത്തി. അങ്ങനെ പക്ഷേ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചതിനിടയിലാണ് ബോണറ്റിൽ അകപ്പെട്ടു പോകുന്നത്. ബോണറ്റിൽ അകപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ബോണറ്റിൽ അകപ്പെട്ട യുവാവിനെ മാറ്റാനൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഒരു ഘട്ടത്തിലും. 1.5 കിലോമീറ്ററോളമാണ് ഐവിനുമായി ആ വാഹനം സഞ്ചരിച്ചത്. ഏറ്റവും ഒടുവിൽ നായത്തോടുള്ള ഒരു റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഐവിൻ്റെ ശരീരത്തിലെമ്പാടും മുറിവുപാടുകൾ, ഒരു വശം പൂർണ്ണമായും റോഡിൽ ഉരഞ്ഞു തീർന്ന നിലയിലായിരുന്നു. കൈയുടെ ഒരു ഭാഗം, തോളോട് ചേർന്നുള്ള ഭാഗത്തിൻ്റെ ഒരു കഷ്ണം പൂർണ്ണമായും റോട്ടിൽ വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു നാട്ടുകാർ പറയുന്നു. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നാട്ടുകാർക്ക് പോലും പേടിയായിരുന്നു. കാരണം അത്രയും, അതായത് എടുത്തു കയറ്റാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഐവിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ബ്രൂട്ടലായിരുന്നു ആ ഡ്രൈവിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ബ്രൂട്ടലായ ഡ്രൈവിംഗ് 2 CISF ഉദ്യോഗസ്ഥർ, ആളുകളുടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കണമെന്ന് പഠിച്ച് പറഞ്ഞ് ഇറങ്ങി വരുന്ന 2 ഉദ്യോഗസ്ഥരാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ 24-കാരൻ്റെ ജീവൻ എടുത്തത്. ഈ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു 10,000 രൂപക്കൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തീരാവുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദർഭമായിരുന്നു ഇങ്ങനൊരു കേരളത്തെ നടുക്കിയ ഒരു കൊടും ക്രൂരതയിലേക്ക്, ഈ അമ്മയുടെ കണ്ണീരിലേക്ക്, കുടുംബത്തിൻ്റെ കണ്ണീരിലേക്ക് നയിച്ചത്. ഇവർക്ക് 2 പേർക്കുമെതിരെ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ന്യായീകരിക്കാനാകാത്ത വീഴ്ചയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് ന്യായീകരിക്കാനാവില്ല. അവരെ പരമാവധി ശിക്ഷ നൽകി ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ അവർക്ക് തൂക്കുകയറടക്കം നൽകണമെന്നാണ് നാട്ടുകാരുടെ പൊതുവായ വികാരം. അത് ഐവിനോടുള്ള, ഈ കുടുംബത്തോടുള്ള ഒരു സ്നേഹം കൂടിയാണ്. കാരണം ഐവിൻ അങ്ങനെ ആരോടും ദേഷ്യപ്പെട്ട് ഇവിടുത്തെ ആളുകൾ കണ്ടിട്ടില്ല. ഇവിടെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ചിരിച്ച് എപ്പോഴും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് സന്തോഷമുള്ള ഒരാളാണ്. അങ്ങനെയാണ് ആ കോഴ്സ് അടക്കം തിരഞ്ഞെടുക്കുന്നത്. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്രേസായി കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ്. ആ യുവാവിനാണ് 24 വയസ്സ് മാത്രമാണ് പ്രായം. ആ 24 വയസ്സുകാരനാണ് ഇത്തരത്തിൽ 2 ഉദ്യോഗസ്ഥരുടെ, 2 നരാധമന്മാരായ ഉദ്യോഗസ്ഥരുടെ കൊടും ചെയ്തിയിൽ ജീവൻ നഷ്ടമായത്. ആ കുടുംബത്തിൻ്റെ കരച്ചിൽ ആ ദൃശ്യങ്ങളിലടക്കം കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ അമ്മയുടെ കരച്ചിൽ. തൻ്റെ മകനോട് എന്തിനാണിത് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നു.
മകൻ്റെ ജീവനെടുക്കാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത്? കയ്യും കാലും ഒടിച്ചു തന്നിരുന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ മകനെ നോക്കുമായിരുന്നു എന്നാണ് ഇന്നലെ അമ്മ പ്രതികരിച്ചത്. അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ട്രോമയിൽ നിന്നൊക്കെ അവരെപ്പോൾ മുക്തരാകുമെന്ന് ഇതിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാലത്തും മുക്തരാകാൻ പറ്റില്ല. ഇതിൻ്റെ ഓർമ്മകൾ ഈ വീട്ടിൽ എപ്പോഴും വിരലിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ വിവരങ്ങൾ നൽകിയത് പല പ്രേക്ഷകരും ഈ ഇവന്മാരെ വെറുതെ വിടരുതെന്ന് പറയുന്നുണ്ട്. അഗിൻ വി ബാബു പറയുന്നു, ഡോണ്ട് ഇൻസൾട്ട് എൻ്റർ CAS. ഒരിക്കലുമില്ല, വളരെ അച്ചടക്കമുള്ള ഒരു സ്ഥാപനം തന്നെയാണ് CAS. അപ്പോൾ അതേസമയം ഇത്രയും പരിശീലനമൊക്കെ കിട്ടിയ ആളുകൾക്ക് എങ്ങനെയാണ് ഈ മോഹൻ, ഈ വിനയകുമാർ എന്ന് പറയുന്ന രണ്ടുപേർക്ക് എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത്? അതും നിസ്സാരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. അതാണ് ഇപ്പോഴും മനസ്സിലാകാത്ത. അവർക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ ലഭിക്കണം. മാത്രമല്ല, നമ്മുടെ ഈ സുരക്ഷാ ഏജൻസികളിൽ ചില ആളുകളെക്കുറിച്ചൊക്കെ എയർപോർട്ടുകളിൽ പരാതി ഉയരുന്നൊരു കാലം കൂടിയാണ്. വിദേശ നാടുകളിലൊക്കെ എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരെ വളരെ ആദരവോടും വളരെ ബഹുമാനത്തോടും ആളുകൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്ന പല ആളുകളും അങ്ങനെയല്ല പെരുമാറുന്നതെന്ന് ഇന്നലെ കൂടി ഒരു യാത്രക്കാരൻ എന്നെ വിളിച്ച് ഗൾഫിൽ നിന്ന് വന്നൊരു യാത്രക്കാരൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ സമാധാനിപ്പിച്ചു. കാരണം ഒറ്റയ്ക്കും തെറ്റയ്ക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പൊതുവേ നമ്മുടെ സുരക്ഷ നോക്കുന്ന ആളുകൾ മാന്യന്മാരാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു.